വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് CK ജേക്കബ് ജോയ്. നാവ് ചെറിയൊരു അവയവമാണെങ്കിലും അതിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമെന്നാണ് പറയാറ്. നാവിനെ ബലമേറിയ പല്ലുകളാൽ വേലികെട്ടി നിർത്തിയിരിക്കുകയാണ് സൃഷ്ടാവ്. ഒരു നാവും രണ്ട് ചെവികളുമായാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. സംസാരിക്കുന്നതിന് ഇരട്ടിയെങ്കിലും കേൾക്കണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വ്യാഖ്യാനിക്കാം. ജലം ജീവൻ നിലനിർത്താൻ അനിവാര്യമാണെങ്കിലും ജീവൻ അപഹരിക്കാനും ഇത് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെയാണ് നാവും. ഉദ്ദേശിക്കുന്ന ഗുണത്തേക്കാൾ ഏറെ ഉദ്ദേശിക്കാത്ത ദോഷം വരുത്തി വയ്ക്കാൻ നാവിനാവും. വാക്കുകൾ കൊണ്ട് വ്യക്തികളെ സമാശ്വസിപ്പിക്കാനാവുന്നതുപോലെ ആഴത്തിൽ മുറിവേൽപ്പിക്കാനുമാവും. അതിനാൽ അതിൻ്റെ ഉപയോഗം കരുതലോടെ വേണം. അനാവശ്യ സംസാരം സ്വന്തം പ്രതിച്ഛായ മറ്റുള്ളവരുടെ മുൻപിൽ ജ്വലിപ്പിച്ചു നിർത്താൻ വേണ്ടിയാകാറുണ്ട്. കുടുംബമഹിമയും പാരമ്പര്യവും എടുത്ത് വിളമ്പാൻ അവസരത്തിലും അനവസരത്തിലും തത്രപ്പെടുന്നവർ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഇല്ലാത്തവർ ആവാനാണ് സാധ്യത. കുടുംബമഹിമയുടെ മറവിൽ അംഗീകാരം നേടിയെടുക്കാൻ നാവിന് ഏറെ വ്യായാമം ആവശ്യമായി വന്നേക്കും. കേൾക്കുന്നവർക്ക് തികച്ചും അരോചകമാവും എന്ന് മനസ്സിലാക്കാനാവാത്തവരെ പറ്റി സഹതപിക്കാനേ ആവും. ചെയ്തുപോയ തെറ്റുകളും വന്നുപോയ അബദ്ധങ്ങളും ശരിയാണെന്ന് സമർത്ഥിക്കാൻ വ്യക്തികൾ വാചാലരാകാറുണ്ട്. തെറ്റുകൾ എത്ര തന്നെ ന്യായീകരിച്ചാലും തെറ്റ് തന്നെയായി നിലകൊള്ളും. അവയിൽ പശ്ചാത്തപിക്കുകയും അത് സമ്മതിക്കുകയും ചെയ്യുന്നതാണ് മാന്യത. ദുഷ്പ്രചരണം ഒരു തൊഴിലെന്ന പോലെ സ്വീകരിക്കുന്നവർക്കും ഏറെ സംസാരിക്കേണ്ടി വരും. ഇല്ലാത്ത സംഭവങ്ങൾ കുബുദ്ധിയിൽ മെനഞ്ഞെടുത്ത് അവ സത്യമെന്ന് തോന്നിപ്പിക്കും വിധം അവതരിപ്പിക്കുന്നതിൽ ഈ കൂട്ടരുടെ കഴിവ് അപാരമാണ്. എന്തിനു വേണ്ടിയാണ് ഇവർ അസത്യം പ്രചരിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് കാലം ഇനിയും മറുപടി പറയേണ്ടതുണ്ട്. മാനസിക വൈകല്യത്തിൻ്റെ മറ്റൊരു പതിപ്പായി മാത്രമേ ഇതിനെ കാണാനാവൂ. വിനോദത്തിന് വേണ്ടിയാണെന്ന മറപിടിച്ച് ഇവർ പടച്ചുവിടുന്ന അപവാദ കഥകൾ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കാറുണ്ട്. വിവാഹാലോചനകൾ തടസ്സപ്പെടാറുണ്ട്. കലഹങ്ങൾക്ക് വഴിമരുന്നിടാറുമുണ്ട്. ചെറുതും വലുതുമായ സുഹൃത്ത് സദസ്സുകളിൽ നർമ്മം വിളമ്പി ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്ന ഇനിയൊരു വിഭാഗമാണ്. സംസാരപ്രിയരായ ഇവരുടെ നർമ്മം ഭൂരിഭാഗവും മറ്റു വ്യക്തികളെ ആസ്പദമാക്കിയുള്ളതാവും. ഇത് ഒരു വിഭാഗത്തെ ചിരിപ്പിക്കുമ്പോൾ അവരുടെ കൂരമ്പുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരിലുണ്ടാക്കുന്ന മുറിവുകൾ ആഴത്തിലുള്ളതാണെന്ന് ഇവർ വിസ്മരിക്കുന്നു. വാക്കുകൾ മുറിവേൽപ്പിക്കുന്ന ആയുധങ്ങളായി മാറുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിലനിൽപ്പിന് വേണ്ടിയാണെങ്കിലും ഒരു അസത്യം പറയേണ്ടി വന്നു പോയാൽ അത് മറച്ചു പിടിക്കാൻ അനേക അസത്യങ്ങൾ പറയേണ്ടി വരും. സത്യം മാത്രമേ സംസാരിക്കൂ എന്ന തീരുമാനം ജീവിതത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ സംസാരം വളരെ കുറയ്ക്കാൻ സാധിക്കും. സത്യം കെട്ടുകഥകളേക്കാൾ അവിശ്വസനീയമായി വിലയിരുത്തപ്പെടുന്ന മൂല്യശോഷണമാണ് നമ്മുടെ ശാപം. ഈ അവസ്ഥ മാറിയാൽ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ആദ്യ പടവ് പാകിയെന്ന് പറയാം. അസത്യം പറയുന്നത് മൂലം മനസ്സിൻ്റെ ശാന്തത പലർക്കും നഷ്ടപ്പെടാറുണ്ട്. മനസ്സമാധാനം നഷ്ടപ്പെട്ടുവെന്ന് വിലപിക്കുന്നവർ മനസ്സിലാക്കേണ്ടുന്ന പ്രാഥമിക തത്വം സമാധാനം ആരും ആരിൽ നിന്നും കവർന്നെടുക്കുന്നില്ലെന്നും വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തകൾ കൊണ്ടും മനഃപൂർവ്വം അവരവർ തന്നെ വേണ്ടെന്ന് വയ്ക്കുന്നതാണ്. സത്യം മാത്രമേ പറയൂ എന്ന ദൃഢപ്രതിജ്ഞയെടുത്ത് അമിത സംസാരം എന്ന വിപത്തിനെ മാറ്റി നിർത്താനാണ് ശ്രമം വേണ്ടത്. നല്ല സംഭാഷണം വെള്ളിയാണെങ്കിൽ മൗനം തങ്കമാണെന്ന് ഒരു ആചാര്യൻ പ്രസ്താവിച്ചത് വളരെ അർത്ഥവത്താണ്. വെള്ളത്തിൽ ആഹ്ലാദിച്ച് മതിച്ച് ഒഴുകി നടന്നിരുന്ന മത്സ്യം വായ തുറന്നപ്പോഴാണ് മീൻപിടുത്തക്കാരൻ്റെ ചൂണ്ടയിൽ കുടുങ്ങിയത് എന്നോർക്കുന്നത് ഔചിത്യമാകും. സംസാരത്തിന് വേണ്ടി സംസാരിക്കാതെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്ന ശീലം ഉത്തമ മനുഷ്യൻ്റെ മുഖമുദ്രയാണ്. CK ജേക്കബ് ജോയ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.